പശ്ചിമേഷ്യൻ കപ്പൽ ഗതാഗതത്തെയും ഊർജ്ജ വിപണിയെയും പിടിച്ചുകുലുക്കിയ US-ഇറാൻ സൈനിക സംഘർഷങ്ങൾക്ക് വിരാമമാകുന്നതായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അപ്രതീക്ഷിത പ്രഖ്യാപനം. ഇറാനുമായുള്ള യുദ്ധം അവസാനിപ്പിച്ചതായി ട്രംപ് വ്യക്തമാക്കിയതിന് തൊട്ടുപിന്നാലെ ആഗോള വിപണിയിൽ ക്രൂഡ് ഓയിൽ വിലയിൽ വലിയ ഇടിവ് രേഖപ്പെടുത്തി. മാസങ്ങൾക്ക് ശേഷമാണ് അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണവില ബാരലിന് $90 താഴേക്ക് പതിക്കുന്നത്. വെള്ളിയാഴ്ച രാവിലത്തെ കണക്കുകൾ പ്രകാരം WTI ക്രൂഡ് ഓയിൽ വില 1.12% ഇടിഞ്ഞ് ബാരലിന് $86.73 അന്താരാഷ്ട്ര മാനദണ്ഡമായ ബ്രൈറ്റ് ക്രൂഡിന്റെ വില 1.03% കുറഞ്ഞ് $89.45 എത്തിയിട്ടുണ്ട്. ജോർജിയയിൽ നടന്ന ഒരു കൂറ്റൻ പൊതുറാലിയിൽ സംസാരിക്കവെയാണ് ട്രംപ് ലോകത്തെ ഞെട്ടിച്ച ഈ പ്രഖ്യാപനം നടത്തിയത്. ഈ വാരാന്ത്യത്തോടെ ഇറാനുമായുള്ള സമാധാന കരാർ ഔദ്യോഗികമായി പ്രാബല്യത്തിൽ വരുമെന്നും യൂറോപ്പിൽ വെച്ച് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ചരിത്രപരമായ ഉടമ്പടിയിൽ ഒപ്പുവയ്ക്കുമെന്നും ട്രംപ് അവകാശപ്പെട്ടു. MD സെറ്റോബെല്ലോ എന്ന കപ്പലിന് നേരെയുണ്ടായ ആക്രമണവും ഇന്ത്യൻ നാവികരുടെ മരണവും ഉയർത്തിയ കടുത്ത ഭൗമരാഷ്ട്രീയ പ്രതിസന്ധിക്കിടെയാണ് ട്രംപിന്റെ ഈ നീക്കം. അതേസമയം അമേരിക്കയുമായി സമാധാന കരാറിലെത്തിയെന്ന വാർത്തകൾ ഇറാൻ ഇതുവരെ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല. US-മായി അന്തിമ തീരുമാനത്തിൽ എത്തിയിട്ടില്ലെന്നും ഇപ്പോൾ പുറത്തുവരുന്ന വാർത്തകൾ വെറും അഭ്യൂഹങ്ങൾ മാത്രമാണെന്നുമാണ് ഇറാന്റെ വിദേശകാര്യ മന്ത്രാലയ വക്താവ് വ്യക്തമാക്കിയത്. എങ്കിലും US പ്രസിഡന്റിന്റെ ഭാഗത്തുനിന്നുണ്ടായ അനുകൂല പ്രസ്താവന ആഗോള വിപണിയിൽ വലിയ ആശ്വാസമാണ് പകർന്നിരിക്കുന്നത്.